അപ്പോൾ ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുമ്പേ നിങ്ങളെ കാണാൻ മിസ്റ്റർ ഇയാളുടെ പേരെന്തായിരുന്നു? ഭവാനിയമ്മയാണോ? ഭവാനിയമ്മയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അത് ശരി, എത്ര പ്ലസ് ഉണ്ട്? ഇവൻ ഇത് എവിടെ പോയി കിടക്ക്? സഹോദര, കൈ നോക്കുന്നു, സത്യസന്ധനാണ്, കള്ളം പറയുകയില്ല. 2 രൂപ തന്ന 4 രൂപയ്ക്ക് പറയും, 5 രൂപ തന്ന 10 രൂപയ്ക്ക് പറയും. ഓഹോ, അപ്പൊ ഒന്നും തന്നില്ലെങ്കിൽ തന്തയ്ക്ക് പറയും. എന്തുകൊണ്ടാ നോക്കുന്നേ? കിണറിട്ട് വല്ലതും തോന്നുന്നു. വെള്ളമൊക്കെ കലയും കിടക്കില്ലേ, ഒന്ന് വറ്റിക്കണം. നല്ല ആഴമുള്ള കിണറാണ്. കഴിഞ്ഞ വല്ല സുഗോണനാ മൊത്തം വറ്റിച്ച് ആക്കിയത്. അടി ശ്വാസം കിട്ടാതെ ഇടം ചാവുമായിരുന്നു. അപ്പോ അടിയിലോട്ട് ആരെങ്കിലും ഒരാളെ വിട്ടു കഴിഞ്ഞാൽ സുഖമെന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരു കൂട്ടാവും ഇല്ലയോ? നല്ല തീരുമാനം. സുഗോണോ, ഒരാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു നോക്കി ഇരിക്കും. ഇതുവരെ ഒരു പെണ്ണുപോലും പ്രേമിക്കാത്ത നിനക്കെങ്ങനെ ആ വേദന അറിയാം? എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഇവനറിയാലോ. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ബ്രേക്കപ്പ് ആയ നെഞ്ചത്ത് കല്ല് വെച്ച വേദനയാണ്. അങ്ങനെയാണോടാ? അത്രയ്ക്കൊന്നും ഇല്ല. അത് നാളെ ആകുമ്പോ കല്ല് വരും. സെറ്റ്, നാളെ കല്ല് വരൂ. അടുത്ത ആഴ്ച മന്ത്രി വരാതിരിക്കുക. എന്തായാലും സെല്ലിലൊരു മിന്നൽ പരിശോധന. ഈ വന്ന ബീഡിയൊക്കെ ഇവിടെ കൊണ്ട് വെക്കും. 10 ഇട്ടല്ലേ ഉള്ളു. അപ്പൊ 100 ബീഡി കുത്തിയിരുന്നങ്ങ് വലിക്കാം. ഒറ്റ ദിവസം കൊണ്ട് 100 ബീഡി കിളപ്പിക്കാറല്ലോ. അതൊക്കെ പോട്ടെ, നിന്റെ പേരെന്താ? വെടിയുണ്ട്, അച്ഛന്റെ പേരെന്നാ തോക്കന്നാ. വന്ന ബോളൊക്കെ ഇവിടെ കൊണ്ട് ഒളിപ്പിക്കും. സേഫായിട്ടൊരു സ്ഥലമുണ്ട്, കഷത്തിനിടെ വെക്കാം. അതാകുമ്പോ അരികിൽ ചോദിച്ചാൽ കുരുവാന്ന് പറഞ്ഞാൽ മതി. മണിയാ, വേറൊരു സ്ഥലമുണ്ട്. വേണ്ട കേക്കണ്ട. അല്ല, അരികിൽ ചോദിച്ചാൽ ബോളാന്ന് തന്നെ പറയാലോ. ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ പൊക്കാം, നീ ഇവനെ പൊക്ക്. എന്നിട്ട് നമ്മളെ പോലീസ് പോക്കാനാ? അല്ല തന്നെ നീയൊക്കെ പറഞ്ഞ ആര് വിശ്വസിക്കാനാണ്? ഞങ്ങളത് ചെയ്തെന്ന് തെളിയിക്കാൻ നിന്റെ കൈ തെളിവൊന്നുമില്ലല്ലോ. തെളിവില്ലടാ, സാക്ഷികളുണ്ട്. നമ്മള് 4 പേര്. എന്താ മൂന്നൂടെ പരിപാടി? സാറേ, ഞങ്ങൾ അമ്മയും മോനും കളിക്കുമായിരുന്നു. അല്ലേ അമ്മേ? യേശുണ്ടെന്തിന് ഈ കോലം കിട്ടിയത്? ഞാൻ ഇതിനകത്ത് കയറി പറ്റാതെ നിന്നെ സഹായിക്കാൻ പറ്റുക? ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചപ്പോ കുരിശല്ലോ നിർത്തവേ. ഭാഷ തറയാണെങ്കിലും ഫുൾ ടൂൾസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ടൂൾസാ? കബഡി കബഡിയല്ല, കബഡി. എന്ത് പാടക്കൊലകളാകട്ടെ, അതും ചെസ് കളിക്കുന്ന പലയൊക്കെ ഉണ്ട്. അതാണ് വർമാച്ചി. വർമ്മ ചേച്ചി. അല്ല, തിരുമേനിക്ക് കുടിക്കാൻ പാലോ സംഭാരോ? തടുത്ത സോഡ ഗ്ലാസ്. അതെ, രാശിപ്പലകിൽ എന്തെങ്കിലും എഴുതി വെക്കും. തറവാറന്നൊക്കെ എഴുതി മതി. എന്തൊക്കെയാ തലക്കുറി? ആയിക്കോട്ടെ, തലക്കറി കഴിച്ചിട്ട് കുറച്ചു നാൾ ആയിരിക്കണു. നക്ഷത്രം നക്ഷത്രം ക്രിസ്മസ് കടവട്ടി. തമ്പുരാന്റെ നക്ഷത്രം മൂലം. അതെ, മുഖത്ത് എഴുതി വെച്ചിരിക്കണു. മുഖം മൂലത്തിന്റെ കണ്ണാടി. മൂലം വെച്ചൊരു ശ്ലോകം ചെല്ല്. വാവച്ച് വലിയ തന്നെ തെറ്റും, പിന്നീട് മൂലം വെച്ച് വരണം. കോടി കഷ്ടം എന്തെങ്കിലുമൊക്കെ പോറാ. എന്തൊരു സുഖം. ചിങ്ങമാസത്തിന്റെ ശ്ലോകം ചൊല്ല്. ചിങ്ങമാസം വന്നു ചേർന്നോ നിന്നെ ഞാനും സ്വന്തമാക്കും. ഈ കുട്ടി മരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കണം. തലനാരെടുക്കാൻ രക്ഷപ്പെട്ടത്. ഇനി ഈ കുട്ടിക്ക് മരിക്കണവരെ ഒടുക്കത്തായി സാർ. വേട്ടയാട് വിളയാട്. സാറേ, അത് പി.ടി. സാറിന്റെ ബുക്കാ. ഇവനാ പി.ടി. സാറാ? എടോ, പുലിത്തോല് ഗോപി. വേട്ടയാട് വിളയാട് അയാളുടെ ആത്മകഥയായിരിക്കും. അത് തുപ്പൻ. ഇത് റോക്കി 16 ദിവസം ബിഗ് ബോസിൽ വെള്ളം കുടിച്ച വാട്ടർ ബോട്ടിലാണ്. ഇതിന് ഞാൻ ഇട്ടേക്കുന്ന പ്രൈസ് 10 ലക്ഷം രൂപയാണ്. ഇത് 1 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ജട്ടിയാണ്. ഇതിനകത്ത് 1-2 തുള മാത്രമേ ഉള്ളൂ. ഈ ജട്ടിയുടെ റീറ്റെയിൽ പ്രൈസ് ഒരു 60 രൂപയാകും. പക്ഷെ ഞാൻ ഈ ജട്ടിക്ക് ഇട്ടേക്കുന്ന വില 2.5 ലക്ഷം രൂപയാണ്. സന്തോഷിക്കാൻ വരട്ടെ, എന്നെ ഒരു വലിയ പ്ലാനിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്ത് കയറാൻ അതെല്ലാം പോട്ടെ, ഞങ്ങളെ 3 പേരെ ഇനിയും എന്ന് നോക്കാക്കി. നീ എന്തോ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നിന്നെയൊക്കെ ഇനിയും കൊല്ലുന്നിടം വരെ ഞാൻ കാത്തിരിക്കും. എന്നെ പായ്പോപ്പി ജനാദനെ ഈഗിൾ ഗെയിമിംഗ് ഒക്കെ അവര് വിളിക്കും, നിന്റെ തന്തയ്ക്ക് വിളിക്കും. ഞാനൊരു 7. അപ്പൊ
ടോട്ടല് 25 മാമ 2 കടി ഒരു ചായ. എടാ നീയായിരുന്ന ഞാൻ തന്നെ വിചാരിച്ചു മുക്കം പോലെ ഒക്കെ ബാത്റൂമിൽ. ഞാൻ ഒരു സത്യം പറയട്ടെ, ഇത് നിങ്ങൾക്കുള്ളതല്ല, പിന്നെ ആയിരിക്കാ ഇതിന്റെ കുട്ടിക്കുള്ള. ഞങ്ങൾക്ക് കുട്ടീനായിട്ട് വേണ്ടേ? നിങ്ങളെന്ത് പണിക്ക് പോവാ? ഞങ്ങളല്ല കൃഷിപ്പണിക്കും പോകേണ്ടി വരും. കൃഷിപ്പണിക്ക് പോയിക്കോളെ. അല്ല വല്ല കോഴി ഫാം ബിസിനസ് തുടങ്ങിയത്? അത് കോഴിക്കാട്ടം മണക്കുള്ളൂ. അല്ല നിങ്ങൾക്ക് കുറെ പോത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്തായി? അതൊക്കെ വിറ്റുപോയി. അല്ല നിങ്ങളല്ലേ പണ്ട് പോത്ത് ചവിട്ടിയില്? പോത്ത് ചവിട്ടിയോ? എന്താ പറ്റിയോ? പോത്ത് ചവിട്ടിയിട്ട് പറ്റിയെന്ന് പറഞ്ഞാൽ പല്ലൊക്കെ പോയി. അങ്ങനെ പോയതാണ് ഈ പല്ലൊക്കെ? ആദ്യം പിന്നെ അത് ഉറപ്പിച്ച് വെച്ചതിന് പിന്നെ അങ്ങനെ ഇളകി പോയി. പിന്നെ എങ്ങനെ ഉറപ്പിച്ച് വെച്ചേ? സൂപ്പർ വെച്ചോ? നിങ്ങൾ ആരാണ് എന്തിനാണ് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്? വഴി അറിഞ്ഞോളൂ ബോസ്. ഡീലിന്റെ കാര്യം പറഞ്ഞില്ല. ആ പിന്നെ ഒരു കാര്യം. എന്താണ് പറയും? ഞാൻ ആ ഡീലിരുന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നീ ആ ഡീലിരുന്ന് സംസാരിച്ചോ? എനിക്ക് ഈ പ്രൊപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? ഈ വർക്ക് ചെയ്താണ് മുമ്പാണോ? എല്ലാം പറഞ്ഞോ. എനിക്ക് സ്നേഹം തോന്നിയില്ല എന്നോട്? എനിക്കോ? എന്നെ നോക്കി ഇങ്ങനെ കോലത്തിൽ ആരാ നോക്കാത്തെ? തോന്നിയ അപ്പൊ എന്താ എനിക്ക് തോന്നിയതോ? അഭിപ്രായം പറഞ്ഞോ? പോവോ? ഞാൻ സത്യത്തിൽ വിചാരിച്ചു ഇതൊക്കെ എവിടുന്ന് കെട്ടും കുറ്റിയും പഠിച്ചു വരുന്ന പഠിച്ചോനെന്നാ ഞാൻ എനിക്ക് തോന്നിയത്. കാസർഗോഡ്. ആ അങ്ങനെ നോക്കുന്നവരുണ്ടെന്ന് മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെയാ നോക്കിയേ. ഞാൻ ഇന്നലെ കണ്ട ഷമീറിന്റെ ലൈവിലെ ചില ഭാഗങ്ങൾ ഞാൻ എടുത്തു റിയാക്ട് ചെയ്യാൻ. ഞാൻ വായിലിട്ടതാ. എനിക്ക് തെളിയിക്കാൻ പറ്റോ? തെളിയിക്കാൻ വേണ്ടി നിഹാദൊന്ന് നിന്നേരെ നീ പറ്റത്. അവിടെ കണ്ട ശരത്ത് പോലും അണ്ടി കാട്ടിട്ട് നടക്കലാണ്. നീ ഒരു അവാർഡ് കൊടു. ലോക വലിയ പണിക്ക് ഒരു അവാർഡ് എടുത്തു കൊടു. ഇനി എന്നോട് എന്താ നിങ്ങൾ ചോദിക്കാനുള്ള എല്ലാ കാര്യം ചോദിക്കും. എന്നോട് എന്തെങ്കിലും തൊലിക്കാൻ വേണ്ടി നീ ആര് പ്രധാനമന്ത്രിയാ? ഞാൻ ഇന്ന് വരെ ഒരു സാധനം യൂസ് ചെയ്തിട്ട് എന്നെ പറ്റിട്ടോ പറഞ്ഞത്. ഞാൻ കറിയാക്കി എന്നെ പോയി ഊപ്പ് പൈര. ഞാൻ പോകുന്നു. ബൈ ബൈ.